ഷലോം, നറീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. എൻ്റെ പുറകിൽ കണ്ടോ ഇസ്രായേലിൻ്റെ മനോഹരമായ ഫ്ലാഗ് ഇങ്ങനെ ലൈറ്റ് കത്തി കിടക്കുന്നത് കണ്ടോ? ഹം ഇസ്രായേൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഷനാണ്. ഇവിടെ ഏറ്റവും വലിയ ഒരു ബ്രിഡ്ജുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ ഹഗ് വരുന്ന സമയത്തും ഇതിൻ്റെ കളർ മാറിക്കൊണ്ടേയിരിക്കും ഈ ലൈറ്റിൻ്റെ. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ കണ്ടോ, ഞാൻ അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്യട്ടെ. ഇസ്രായേലിൻ്റെ സന്തോഷവും, ഇസ്രായേലിൽ ഷബാത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വണ്ടി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആം ഇസ്രായേൽ ഞാനൊന്ന് റോഡൊക്കെ ക്രോസ് ചെയ്യണമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സീരിയസ്ലി ഓക്കെ, നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്തു. ഇനി ആ റോഡ് ഇങ്ങനെ ഡ്രാം ഓടിപ്പോവുകയാണ്. നസറുള്ള ചത്ത വാർത്ത. ഇസ്രായേൽ ഏകദേശപ്പെട്ട സിനഗോഗുകളിലൊക്കെ മധുരം വിളമ്പി എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇന്ന് യാക്കോബിനെ ഇപ്പോൾ വിളിച്ചിരുന്നു. യാക്കോബൊക്കെ ഇന്നലെ തന്നെ അറിഞ്ഞു. പലരും സിനഗോഗുകളിൽ വന്ന് ഈ ഹർദികളല്ലാത്ത ആൾക്കാർ, ക്രിസ്ത്യാനികളെല്ലാം പറഞ്ഞു നടന്നു എന്നുള്ളത് അറിയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഈ സിനഗോഗുകളിലൊക്കെ ഇന്നലെ തന്നെ വാർത്ത. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്ന മഹാനഗരമായ ഇസ്രായേലെ, നീ എത്രത്തോളം ശ്രേഷ്ഠനായിരിക്കുന്നു. ലോകരാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കുന്നു. അതിൽ നിന്ന് ഇസ്രായേലിന്റെ ദൈവം മഹത്വപ്പെടട്ടെ. ആമേൻ. ഞാൻ നിങ്ങളെ ഒരു പാട്ട് കേൾപ്പിക്കാം. ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട പാട്ട് തന്നെയാണത്. തോതാ ഇസ്രായേലിനെ ഷൊമേർ ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ഇസ്രായേൽ മക്കളിനെ ഷൊമേർ ചെയ്യുന്നത്, ഇസ്രായേൽ മക്കളിനെ പരിപാലിക്കുന്നത് പുറത്തിന് എന്തോ ഒരു മിനിറ്റ്. ജീവിതയാത്ര നമുക്ക് ജീവിതത്തിൽ പിന്നീട് യാത്ര ചെയ്യാം കേട്ടോ. ഇപ്പൊ തൽക്കാലം എൻ്റെ മോൻ ചൊറിഞ്ഞുകൊണ്ട് അവിടെ മാറിയിരുന്നു. ജീവിതയാത്ര തൽക്കാലം മോൻ ചൊറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറിയിരുന്നാൽ മതി കേട്ടോ. വടയാട്ട് മാത്യു, എന്താടാ ഊളെ, എന്താ നീ പറഞ്ഞ? നമ്മൾ അന്യനാട്ടിൽ ചെന്നിട്ട് കുറച്ചൊക്കെ ഒതുങ്ങി നിക്കണ്ടേ? അയ്യടാ, നിന്റെ അന്യനാടായിരിക്കും, പക്ഷെ ഇത് എന്റെ സ്വന്തം നാടാ, അന്യനാടല്ല. ഇവിടെ ഊളക്കുണ്ടായവനെ വടയാട്ട് യക്ഷിന്ന് വടയക്ഷിന്ന് കേട്ടിട്ടുണ്ട്. നീ വടമാത്യുവാണോ? നീ വടയക്ഷിന്റെ വേറൊരു ഐറ്റമായ വട മാത്യു ആണോ? അന്യനാട്ടിൽ ചെന്ന് ഒതുങ്ങി ജീവിക്കണ്ടേന്ന്. എന്റെ നാട്ടിൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാടാ ഊളക്കുണ്ടായവന്. ഇത് എന്റെ നാടാ കേട്ടാ ഊളെ, ഇത് എന്റെ സ്വന്തം നാടാ. അതുകൊണ്ട് നീ എന്നെ
ഞാൻ ഒതുങ്ങി കൂടുതൽ ജീവിപ്പിക്കണ്ട കേട്ടോ. ഇസ്രായേൽ ഉദ്ദേശിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അന്യ നാട്ടിൽ ചെന്നിട്ട് ഒതുങ്ങി ജീവിക്കേണ്ടത് അത് നിനക്ക്, അത് എനിക്കല്ല, എനിക്ക് എൻ്റെ നാടാണത്. Just wondering where you are. ലിൻസൺ ആന്റണി, നീ ഇസ്രായേലിയാണോ മലയാളിയാണോ? ഞാൻ മലയാളിയായ ഇസ്രായേലി, മനസ്സിലായോ? കേട്ടോ ലിൻസൺ ആന്റണി, ഞാൻ മലയാളിയായ ഇസ്രായേലി. സമാധാനമായോ നിനക്ക്? നീ ഇസ്രായേലിയാണോ മലയാളി? തിരക്കി ഇറങ്ങിയിരിക്കോ പിന്നാട്? സുഹൃത്തുക്കളെ, നമ്മുടെ ട്രെയിനിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിൽ ഒരുപാട് 2 സ്റ്റേഷൻ കൂടി ഞാൻ ഇറങ്ങി. ഇസ്രായേൽ വിസിറ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമാണ്. വിസിറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നവരെല്ലാം വിസിറ്റ് ചെയ്യുക. ദൈവം അതിനുള്ള കൃപ തരട്ടെ. ഓക്കെ, ഇസ്രായേൽ വിസിറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നവരെല്ലാം ദൈവം ചെയ്യുക. ഇസ്രായേൽ വിസിറ്റ് ചെയ്യുക. ദൈവം അതിനുള്ള കൃപ തരട്ടെ. ഷമീം ഷാജി, നാട്ടിൽ പോകാറില്ലേ? എൻ്റെ നാട്ടിലല്ലേ ഞാൻ നിൽക്കുന്നത്. എൻ്റെ നാട്ടിൽ നിന്ന് അന്യനാട് വിസിറ്റ് ചെയ്യണം തോന്നുമ്പോൾ ഞാൻ വിസിറ്റ് ചെയ്യാൻ പോയിക്കോളാം കേട്ടോ. സജേഷ് മുണ്ടക്കൽ, ഹായ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ്, എൻ്റെ സ്വന്തം നാട്ടിൽ. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നിട്ട് അന്യനാട്ടിലോട്ട് പോകണമെന്ന് ഞാൻ തോന്നുന്ന സമയത്ത് ഞാൻ പോയിക്കോട്ടെ. ഓക്കെ, ഇനി ഓർത്ത് വിഷമിക്കണ്ട. നൗഷാദ് തള്ളിക്കുളം, പുലിചാടി ചത്തില്ലേന്ന്. ആര്, നിന്റെ ഉമ്മയോ? നിന്റെ ഉമ്മയുടെ മയ്യത്തെടുക്കാൻ ഇപ്പൊ മൊസാദ് വരുന്നുണ്ട്. നസറുള്ളയുടെ മയ്യത്തെടുത്ത് സമയം കഴിഞ്ഞിട്ടില്ലേ? നിന്റെ ഉമ്മയുടെ മയ്യത്തും കൂടി എടുക്കാൻ പറയാം കേട്ടോ. കേട്ടോ, മറ്റവൻ ചത്തതിൽ ആഘോഷമുണ്ടോന്ന്? ഒരു സ്റ്റേഷൻ കൂടിയാണ്. ഞാൻ ഇറങ്ങട്ടെ. അതെ, ഞാൻ വന്നിട്ട് പോയത് ആരും അറിഞ്ഞില്ല, അതാണ്. ഞാൻ വന്നിട്ട് പോയത് ഒരുത്തനും അറിഞ്ഞിട്ടില്ല. അതെങ്ങനെയാ? ഇവന്മാർ എപ്പം നോക്കിയാലും ഹമാസിനെയും. ഒരു മിനിറ്റ്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. You got one of these, like the collar? Israel, lo lifached, Shem Elokeinu Hashem Echad. Israel, lo lifached. സത്യത്തിൽ ഇന്ന് ഇസ്രായേൽ മക്കളെല്ലാം തന്നെ എന്താ പറയുന്നത്, ഷബാത്ത് കഴിഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് തെരുവിൽ നിങ്ങൾക്ക് ആരെയും കാണാൻ പറ്റാത്തത്.
സത്യത്തിൽ ഇവിടെ എല്ലാം വിക്ടർ ഷൈലോക്ക് ഇത്രയും പബ്ലിക്കായിട്ട് ലൈവൊക്കെ പറയുന്നു. എനിക്കാണെങ്കിൽ പബ്ലിക്കിലൊരു ഫോൺ ചെയ്യാൻ പോലും മതിയായിരുന്നു. കണ്ടോ, പാവം പിടിച്ചവരുടെയൊക്കെ ആഗ്രഹം കണ്ടോ. പബ്ലിക്കിലൊരു ഫോണെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കൊതിച്ചു പോവുകയാണ് ചിലരൊക്കെ. ഇത് നമ്മുടെ മകനിയൂത മാർക്കറ്റാണ്. ആക്ച്വലി ഷബാത്ത് കഴിഞ്ഞ് പൂട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഇനിയേ ഓരോ ഷോപ്പുകൾ തുറന്നു വരത്തുള്ളൂ. ഷബാത്തൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞ് ആൾക്കാരൊന്ന് തെരുവിലൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരെയും തെരുവിലൊന്നും കാണാൻ പറ്റാത്തത്. ഷമീം ഷാജി, അതെന്താടാ അതാ നല്ലത്? അനുമോദിക്കാനായിരുന്നു. എന്നാ നിന്റെ സുന്ന കാണത്തില്ലായിരുന്നല്ലോ ഷമീം ഷാജി. നീ അനുമോദിക്കാൻ എൻ്റെ അടുത്തോട്ട് വന്നിരുന്നെങ്കിൽ നിന്റെ സുന്ന കൂറികൾക്ക് തിന്നാൻ കിട്ടത്തില്ലായിരുന്നല്ലോ ഷാജി. പിന്നെ നിന്റെ കൊതം വെച്ചോണ്ട് കൂറികൾ എന്നാ ചെയ്യും? കൂറികൾക്ക് പ്രത്യേക ഓപ്പറേഷൻ വില. നീ പോകുമ്പോൾ ഇവിടുന്ന് വല്ല സാധനവും കൊണ്ടുപോകുമോ? കൂറികൾക്ക് നിന്റെ മുറിയണ്ടിക്ക് പകരം വേറെ അണ്ടി കൊടുത്തിട്ട് നിന്റെ കൊതത്തി പോകിക്കാൻ വേണ്ടിയിട്ട്. ഷമീം ഷാജി ആണോ? അതിനാണോ സഹോദരങ്ങളെ? ഷമീം ഷാജിക്ക് എന്നെ നാട്ടിൽ വരുന്ന സമയത്തൊന്ന് അനുമോദിക്കണമെന്ന്. അങ്ങനെ ഷമീം ഷാജി അനുമോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഷമീം ഷാജിയുടെ മുറിയണ്ടി പിന്നെ മണിയേ മണിയൻ ഒലിയേ എന്ന് പറഞ്ഞു കിടന്ന് ആടും. സാമിയുടെ അണ്ടി വെട്ടിയെടുത്ത കണക്ക് ഷമീം ഷാജിയുടെ അണ്ടി ചിലപ്പോൾ എൻ്റെ കയ്യിലിരിക്കും. അത് ഉമ്മാക്ക് ഗിഫ്റ്റ് ചെയ്യണോ അതോ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് ചെയ്യണോ? നീ തന്നെ പറ ഗിഫ്റ്റ് ചെയ്യണ്ടേന്ന്. മനസ്സിലായോ? പിന്നെ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും പിന്നെ ചത്തു വലയുമ്പോഴത്തേക്കും കൂറികൾക്കെല്ലാം നിന്റെ കൊതം കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. കൂറികൾ കൊതം വെച്ച് എന്നാ ചെയ്യാനാ? നിന്റെ കൊതം വെച്ചിട്ട് അവളുമാർക്ക് നീ വല്ല സാധനവും പ്രത്യേകിച്ചുകൊണ്ട് കൊടുക്കുവോ ഷമീം ഷാജി? പോടാ ഊളെ, പോടാ പോടാ പോടാ, തരത്തി കളിക്കടാ ഇവരം കെട്ടവന്മാരെ. ഇസ്രായേലിനോടും ഇതുപോലെ നോണ്ടെന്നല്ലേ അടിവേടിക്കുന്നത്? ചൊറിയുന്നു അടിവേടിക്കുന്നു, ചൊറിയുന്നു അടിവേടിക്കുന്നു, ചൊറിയുന്നു അടിവേടിക്കുന്നു. നീ കൂടുതൽ ചൊറിയല്ലേ? കേട്ടോ ഷമീം ഷാജി? നാട്ടിൽ വന്ന എന്നാ ചെയ്യുന്നു? ഈടാ ലെബനോന്റെ അകത്ത് കയറി അവന്റെ ആസനത്തിൽ മെസ്സേജ് ഇട്ട് പൊട്ടിക്കാൻ കഴിവുള്ളവനായി ഇസ്രായേലി. മനസ്സിലായോ? ലെബനോന്റെ ആസ്ഥാനത്ത് കയറി അവന്റെ ആസനത്തിൽ മിസൈലിട്ട് പൊട്ടിച്ചതിൻ്റെയാണ് ഇസ്രായേലിന്റെ കഴിവ്. ഇതുപോലെ ഹമാസിന്റെ ഇറാന്റെ ആസനത്തിൽ കയറിയിട്ട് അവന്റെ കൊതത്തിൽ മിസൈലിട്ട് പൊട്ടിച്ചതുകൊണ്ട് ഇസ്മായിൽ ഹനയ ഇപ്പം കൂറികളുടെ കൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരുന്ന് ചെസ് കളിക്കുക. കാരണം വേറെ ഒരു കളിയും നടക്കത്തില്ല. കാരണം ഇസ്മായിൽ ഹനയ വിചാരിച്ചില്ല ഇറാന്റെ ആസനത്തിൽ പോയി ഒളിച്ചത് കൊണ്ട് നമ്മുടെ മുറിയണ്ടി സേഫായിരിക്കും എന്നാണ് ഇസ്മായിൽ ഹനയ ചിന്തിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ? ഇസ്രായേൽ അവന്റെ ആസനത്തിൽ ബോംബിട്ട് പൊട്ടിച്ചത് കൊണ്ട് ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുക കൂറികളുമായിട്ട്. കൂറികൾ പറഞ്ഞു വടപ്പില്ലേ, നിന്നെയൊക്കെ കാത്തിരുന്നത് വെറുതെ ആയി പോയടാന്ന് പറഞ്ഞ് കൂറികൾ ഇന്ന് കരയുക. അതുകൊണ്ട് നിന്റെ കൂറികൾക്കും കരച്ചിലിന് അവസരം കൊടുക്കല്ലേ ഷമീം ഷാജി. കേട്ടോ മക്കളെ, ചെല്ല് തരത്തിലൊക്കെ പോയിരുന്നിട്ട് കമന്റ് ഇട്ട് തള്ളി മറക്കി. കേട്ടോ? അതെ, സുഡാപ്പികൾക്കെല്ലാം അതാണ് യോഗം. ജീവിക്കാൻ അറിയില്ല സുഡാപ്പികൾക്ക്. ആ പാട്ട് നമുക്ക് ഒന്നുകൂടി കേട്ടാലോ? എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് സംസാരിക്കാനായിട്ട്. എടാ ഇസ്രായേലിന്റെ ഒന്നുമില്ലെങ്കിലും ഇസ്രായേലിന്റെയൊക്കെ ഗുണത്തിൽപ്പെട്ടതാടാ ഞാൻ ആരാന്ന് അറിഞ്ഞിട്ടാണോടാ സംസാരിക്കുന്ന ഓളകളെ വന്നിട്ട്? ആണോ? ഞാൻ ആരാന്ന് വല്ല അറിയാം? നിങ്ങൾക്കറിയാം ഈ റീന ഫ്രാൻസിസ്
കേരളത്തിൽ നിന്നും ഇസ്രായേലിൽ പോയ റീന ഫ്രാൻസിസ്. ഇത്രയല്ലേ അറിയത്തുള്ളൂ, ഇതിൽ കൂടുതലൊന്നും അറിയത്തില്ലല്ലോ. അറിയത്തില്ലെങ്കിൽ മിണ്ടരുത് ഞാൻ ആരാണെന്ന്. ഞാൻ ഇത്രയും ധൈര്യമായിട്ട് നിന്റെയൊക്കെ മൊസാദിന്റെ ഹമാസിന്റെ കോട്ടയ്ക്കകത്ത് കയറി നിന്നെയൊക്കെ കാലുവാരി തള്ളുന്നു, അല്ലാതെയും ഞാൻ തള്ളുന്നു. അപ്പൊ എന്റെ പവർ ഇസ്രായേൽ എത്രമാത്രം ഉണ്ടെന്ന് നീയൊക്കെ ചിന്തിക്കണ്ടേടാ ഊളകളെ. എടാ ചിന്തിക്കണ്ടേ ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മക്കളെ സ്ഥലം കാലിയാക്ക്, ഓട് മക്കളെ, ഓട് ഓട്. കേട്ടോ, ഞാനൊന്ന് പാട്ട് കേൾപ്പിക്കാമെന്ന് വിചാരിച്ച. റീന ജോസ്, വൈ യു ആർ റെസ്പോണ്ടിങ് ലൈക്ക് ലീവ് ദം ബിഹൈൻഡ് പ്ലീസ്. അയ്യോ, എനിക്കങ്ങനെ ലീവ് ചെയ്യാൻ പറ്റില്ല റീന, പ്ലീസ്. എൻ്റെ പേരിട്ടിട്ട് എനിക്ക് അപമാനമായിട്ട് കമൻ്റ് ഇട്ട് തള്ളി മറക്കല്ലേ ലീവ് ചെയ്ത്. എൻ്റെ പേരും വിടുമ്പോൾ എൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണ്ടേ റീന? ഇങ്ങനെ പേടിച്ചൂറിയെ പോലെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ? അതുകൊണ്ട് റീന ജോസിന് തൻ്റെ ഇടക്കുറവുള്ളത് കൊണ്ടാണോ റീന ജോസ് ഇങ്ങനെ വിറയ്ക്കുന്നത്? ഞാൻ ഫ്രാൻസിസാ, അപ്പോൾ എൻ്റെ അപ്പന് കുറച്ച് തൻ്റെ ഇടം കൂടുതലാണ്. മനസ്സിലായി? യഹൂദന്റെ വംശത്തിൽപ്പെട്ടതാണ് എൻ്റെ അപ്പൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം എനിക്കുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ലീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ഊളകളെ ഞാൻ കാലേവാരി അടിക്കുമെന്ന് വെച്ചാൽ അടിക്കും. എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നാൽ ഇസ്രായേലിനെ ചൊറിഞ്ഞ് മേടിക്കുന്നത് പോലെ മേടിക്കും. കിട്ടുന്നത് വരയ്ക്കും ഞാൻ കൊടുക്കും. അല്ലാതെ കിട്ടിയിട്ടിരുന്ന് മോങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഞാനൊരു പാട്ട് കേൾപ്പിക്കാന്ന് വലിയ കാര്യത്തോടെ ഇരുന്നപ്പോഴാണ് ഷെമീം ഷാജിക്ക് എൻ്റെ ഉമ്മേനെ ഒന്ന് ഏറിക്കയറ്റി തരുമോ എന്നൊരു മോഹം. സുഡാപ്പികൾക്ക് കിട്ടാവുന്ന ഏറ്റവും മാന്യമായിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ പിടിച്ചത്, അല്ലാതെ ലോക്കലൊന്നും അല്ല. വിക്ടർ ഷൈലോക്ക് അല്ല, പിന്നെ അവന്മാർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മാന്യമായിട്ടുള്ളതല്ലേ പറഞ്ഞു. ഇതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷെ ഞാൻ കുറച്ച് മാന്യതയൊക്കെ കാണിച്ചതുകൊണ്ടാണ് ഇവിടെയൊക്കെ വെച്ച് ഞാൻ ഒതുക്കുന്നത്. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യാം. കുറച്ച് പാട്ടൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇവന്മാർ സമ്മതിക്കൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഒരു ട്രെയിൻ ഇപ്പോൾ പോകും. ആ ട്രെയിനിൻ്റെ സൗണ്ട് കാരണം ഈ പാട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങോട്ട് ഞാൻ പോയി തീരട്ടെ, കേൾപ്പിക്കാം. റീന ജോസ്, ഞാൻ സ്നേഹത്തിൽ ഞാൻ മറുപടി പറഞ്ഞു റീന ജോസിന്. കൂടുതൽ ഊള കമന്റ് ഇട്ടാൽ ഞാൻ കാലേ വാരി നിലത്തടിക്കും കേട്ടോ. സോ ദേ ആർ ഡൈവേർട്ടിങ് യു ഫ്രം ഗോഡ്. എന്നെ എന്തോ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റാനായിട്ട് എന്തോ ഞാനെന്താ കുഞ്ഞുമാവയോ? ഞാനിങ്ങനെ പറഞ്ഞ ഉടനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ? അതെവിടുത്തെ ന്യായമാണ് റീന ജോസെ? ഈ ഊള കമന്റ് ഇട്ടോണ്ട് ഇങ്ങോട്ട് വരരുത്. ഞാൻ അതുകൊണ്ട് വല്ല പാച്ചർമാരുടെ മൂട്ടിന് താഴെ പോയിരിക്കുന്നവരും അല്ല പുരോഹിതന്റെ മൂട്ടിന് താഴെ ഇരിക്കുന്നവരും അവിടെ പോയിരുന്നോണം എന്റെ പേജിൽ വരരുത്. പറഞ്ഞ മനസ്സിലായ? തിരിച്ച് മറുപടി കൊടുത്ത ദൈവത്തിൽ നിന്നും അകന്നു പോകുമെന്ന്. ഡൈവേർട്ടിങ് ഫ്രം ഗോഡ്. ഞാൻ എൻ്റെ അപ്പൻ്റെ കൈവെള്ളയിൽ ഇരിക്കുന്നവളാ. നിനക്കൊക്കെ ഉള്ളു പേടിയും. ഞാൻ വല്ലത് പറയും റീന ജോസെ. അടി പേടിച്ചിട്ട് നീ പോയാൽ നീ കരയും. ഇന്ന് രാത്രി ഇരുന്ന് നീ പിന്നെ കരച്ചിൽ നീ നിർത്തത്തില്ല. ഞാൻ അടിച്ച മനസ്സിലായോ? ഞാൻ അടിച്ച നീ താങ്ങത്തില്ല. അത്രയുള്ള താങ്ങലൊന്നും താങ്ങണ്ടേ. മര്യാദയ്ക്ക് ഈ പേജിൽ ഇറങ്ങി ഓടിക്കോ നീ. ഞാൻ കൂടി പറഞ്ഞു, എന്നെ കൊണ്ട് അടി പേടിപ്പിക്കരുത് നീ. പറഞ്ഞ മനസ്സിലായോ? കൂടെ കമന്റ് ഇട്ടോണ്ട് ഇങ്ങോട്ട് വരരുത്. ദേ ആർ ഡൈവേർട്ടിങ് ഫ്രം ഗോഡെന്ന്. എന്നെ ദൈവത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകാനായിട്ട് എന്ത് വൃത്തികെട്ട കമന്റുകളെ ഇട്ട് വെക്കുന്ന ഈ വിവരം കെട്ട വർഗങ്ങള്. കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമായിട്ടാ കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്നും അകറ്റി മാറ്റാനായിട്ട് ഞാനെന്താ മഹാപാതകം ചെയ്തോണ്ടിരിക്കുന്നു? റീന ജോസിനെ നിന്റെ വീട്ടിൽ കയറി നിന്റെ അമ്മയുടെ പൂറും കായും ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും നീ എന്നാ ചെയ്യും? ഓ ലീവ് ദം.
പൂവും കായും ചോദിക്കുന്നവനത് കൊടുത്തിട്ട് മിണ്ടാതിരിക്കുമല്ലേ? ആണോ റീന ജോസേ? അമ്മയുടെ പൂവും കായും ചോദിച്ചിട്ട് പട്ടിയെ വല്ലതും പോയിക്കാനുണ്ടെങ്കിൽ ആ പൂവിഞ്ഞ് തുറന്ന് നിന്റെ അമ്മയെ കൊണ്ട് പട്ടിയെ പോയിപ്പിക്കട്ടെ നിന്നോട് ചോദിക്കുന്നവന് നീ എന്ത് ചെയ്യും? ഓ, തല കുനിച്ച് ഓച്ചാനിച്ച് നിന്ന് കൊടുക്കും. അങ്ങനെയാണോ? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ, മനസ്സിലായോ? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. നിന്നെയൊക്കെ നിന്റെ അമ്മയെയും നിന്റെയൊക്കെ മാനത്തിന് വില പറഞ്ഞ നീയൊക്കെ മിണ്ടാതിരുന്ന് നിന്റെ മാനം കണ്ട ചെറ്റകൾക്ക് വിറ്റ് കാശ് മേടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? ഊളകളെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? വിവരം കേട്ട ജന്തുക്കള് ദൈവത്തിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുന്നു എന്നെ. കർത്താവ് ഒരുത്തിൻ്റെ അടുത്ത് മുമ്പിൽ കൊണ്ടുപോയി മാനം കൊണ്ട് വിറ്റ് ജീവിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ മാനത്തിന് വില പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നവനെ കാലേ വാരി ഞാൻ നിലത്തടിക്കും. മനസ്സിലായോ? ഒരു പിന്നെ ലോജിക്കില്ലാതെയാ കമന്റ് എടുത്ത് തള്ളിമറിക്കുന്നത്. ഷെബീൻ ഷാജി ഇട്ട കമന്റ് എന്താന്ന് പോയി നീ വായിച്ച് നോക്ക്. അപ്പൊ അവന് ഞാൻ കൊടുത്ത മറുപടി കണക്കാണോ? അത് ഇനി രണ്ടു കൊടുക്കണമോ? ഇന്ത അടി പോതുമാ ഇന്നും കൊഞ്ചം വേണുമാ എന്ന് തോന്നിക്കും. മനസ്സിലായോ? അത് ഞാൻ കൊടുത്തത് മതിയാണോ, അത് ഇനിയും വേണമെന്നുള്ളത് അപ്പൊ തോന്നും. ഇസ്രായേൽ രാത്രിയിൽ എന്നാ ഭംഗിയാ കാണാനായിട്ട്, പ്രത്യേകിച്ചും യെരുശലേം. യെരുശലേം എന്ന് പറയുന്ന മഹാനഗരം ആ പാട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. സോറി, എന്നോട് പലരും ആ പാട്ടൊന്ന് ഇട്ട് തരുമോ ചോദിച്ചു. ഓക്കെ, അടുത്ത ട്രെയിൻ വരുന്നുണ്ട്. ക്ലീറ്റസേ, സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ പിന്നെ പറയാം. ആദ്യം നീ സ്വന്തയ്ക്കും തന്തയ്ക്കും ജനിച്ചായിട്ട് സ്വന്തം പ്രൊഫൈൽ ഇട്ടുവാ, എന്നിട്ട് നമുക്ക് തന്തയ്ക്ക് ഉണ്ടോ തള്ളയുണ്ടോ എന്നൊക്കെ തീരുമാനിക്കാം. കേട്ടോ? ഒരു മിനിറ്റ്. സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ടേ ഒരു കമന്റ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ക്ലീറ്റസ് ആണ്. ക്ലീറ്റസിന് നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. സ്വന്തം തന്തയില്ലാതെ വന്ന് കമന്റ് ഇടുന്നവന് മറുപടി കൊടുത്തൊരു കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് സ്വന്തം തന്തയെ ഇട്ടിട്ട് ക്ലീറ്റസ് വന്ന് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കമന്റ് ഇടാൻ. കേട്ടോ? ഇപ്പൊ ക്ലീറ്റസൂന് കരയരുത്. ക്ലീറ്റസൂന് കരയാൻ അവസരങ്ങൾ ഇനി ഞാൻ തരാം. അപ്പൊ ക്ലീറ്റസൂന് കരഞ്ഞാ മതി. ഇപ്പൊ കരയണ്ട കേട്ടോ ക്ലീറ്റസൂനെ. עם ישראל לא לפחד, השם אלוקינו, השם אחד.
עם ישראל לא לפחד, השם אלוקינו, השם אחד. ഇസ്രായേൽ പാവം ശബാത്ത് കഴിഞ്ഞതുകൊണ്ട് ആരെയും കാണുന്നില്ല. ഇനി രാത്രി ഒരു നേരം എടുക്കും. സ്ലീഹോത്തിന് വരേണ്ടതല്ലേ ആളുകള്. എന്തായാലും മനോഹരമായ ഇസ്രായേലും അതിൻ്റെ സൗന്ദര്യവും ഒന്ന് തന്നെയാണ്. ആബാ തോദാ 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 ആബാ തോദാ റബ്ബാ തോദാ 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 ആബാ തോദാ റബ്ബാ. നന്ദി നന്ദി നന്ദിയേ. ഇങ്ങനെ ഡ്രാമ കൂടെ 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 ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിങ്ങനെ ഡ്രാമകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. עם ישראל לא לפחד, השם אלוקינו השם אחד. עם ישראל לא לפחד, השם אלוקינו. ഇസ്രായേൽ എന്ന് പറയുന്ന മനോഹര ദേശത്ത് പാർക്കാനും ഇസ്രായേലിന്റെ മനോഹര ദേശത്തിരുന്നു കൊണ്ട് ഇസ്രായേൽ ജനതയെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ കൺകുളിരെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കാനും അവർ സന്തോഷിക്കുമ്പോഴും അവർ ആനന്ദിക്കുമ്പോഴും അവർ നൃത്തം ചവിട്ടുമ്പോഴും അവരുടെ ഒപ്പമായിരിക്കാനും ഒക്കെ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല പ്രിയ സഹോദരങ്ങളെ. അത്രത്തോളം ഇസ്രായേലിന്റെ മഹത്വം പറയാനുണ്ട്. മനസ്സിലായോ? ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു വാഗ്ദത്ത ഭൂമിയാണ്. ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ അവകാശ ഭൂമി. അതിന് ഇസ്രായേലിന് ദൈവം കൊടുത്തതുകൊണ്ട് ഈ ജനം സന്തോഷത്തോടും സമാധാനത്തോടും ഇന്ന് ജീവിക്കുന്നു. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഊ ഷൊമേർ ഇസ്രായേൽ. ഇസ്രായേലിനെ ആരാണ് പരിപാലിക്കുന്നത്, ഷൊമേർ ചെയ്യുന്നത്? അഷേം എലോഹേനു അഷേം എഹാദ്. ഇസ്രായേലിന്റെ ഏക ദൈവം, ഇസ്രായേലിന്റെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ഏക ദൈവമാണ് ഇസ്രായേലിനെ പരിപാലിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടത്? എന്ത് ഭാഗ്യമാണ്! ഇസ്രായേൽ മക്കളുടെ മുഖത്ത് നോക്കിയാലേ ഉണ്ട് ഒരു ഐശ്വര്യം. പക്ഷെ ഈ കാട്ടറബി കുഞ്ഞുങ്ങളെ നോക്കിയാലോ, ഈ തീവ്രവാദി തീട്ട കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാലേ അറിയാം. കാലേവാരി നിലത്തടിക്കാൻ തോന്നും. തീട്ട മുഖങ്ങളാണല്ല. עם ישראל לא לפחד, I love Israel, I love Jerusalem. ഇത് എഴുതിയിരിക്കുന്ന I love Jerusalem, I love Jerusalem, I love Jerusalem, I love Jerusalem, Jerusalem, I love Jerusalem, I love Jerusalem, city of David. ദാവീദിന്റെ നഗരം, മഹാനഗരം, ഭംഗിയുള്ള നഗരം. ഇതിൽ കൂടുതൽ എന്ത് വേണം പ്രിയ സഹോദരങ്ങളെ? അയ്യോ, എന്റെ ചാർജ് തീരാറായി. അയ്യോ, ഇനി കൂടിപ്പോയാ എനിക്ക് ചാർജ് തീരാറായി. സ്വർണ്ണ നഗരം, അതെ അതെ, സ്വർണ്ണ നഗരം.
ഇസ്രായേൽ എന്ന് പറയുന്ന സ്വർണ്ണ നഗരം, മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളട്ടെ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തു, വരുന്നിത ജയരാജൻ. കണ്ടോ, സ്വർണ്ണ നഗരം, മനോഹരമായി ഈ നഗരം. עם ישראל לא לפחד, השם אלוקינו השם אחד. 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 ഞാൻ ആ പാടിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം, കാണേണ്ടവരൊക്കെ കയറി കാണുക. വളരെ മനോഹരമായൊരു സോങ് ആണ്. കാണാപ്പാടം പഠിച്ചു വെക്കേണ്ടവരൊക്കെ കാണാപ്പാടം പഠിച്ചു വെക്കുക. ആ പാട്ട് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കാരണം ഇന്നത്തെ ഇസ്രായേലിൻ്റെ സന്തോഷത്തിൽ അതൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ്. സഹോദരങ്ങളെ, എൻ്റെ ചാർജ് തീരാറായി സഹോദരങ്ങളെ ഫോണിൻ്റെ. ഇനി എനിക്കൊരു 5% എങ്ങാണ്ടേ ഉള്ളൂ. 5%, 6% ഇപ്പം തീരും, കട്ടായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ കാഴ്ചകൾ എനിക്ക് കാണിക്കണമെന്നുണ്ട്. കാരണം കുറച്ചുകൂടി കഴിയുമ്പോഴേ ആൾക്കാർ വരത്തുള്ളൂ. ഇനി ശബാത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശബാത്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ സന്തോഷവും നൃത്തമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുവരേക്കും എൻ്റെ ടൈം ആയിട്ടില്ല. അപ്പോഴത്തേക്കും എൻ്റെ ചാർജും തീരാറായി ഫോണിൻ്റെ. കാരണം ഇന്ന് ഞാൻ ചാർജ് കുത്തിയിട്ടെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ കുത്തിയിട്ടില്ല. നേരത്തെ ചാർജ് തീർന്നു പോയി. ഞാൻ ഒരുപാട് ലൈവ് വന്നിട്ട് പോയില്ലായിരുന്നോ, എൻ്റെ ഫോണിൽ ലൈവ് ചാർജ് കുറവാണ്. എനിവേ, ഓക്കെ. എന്നാലും വളരെ സന്തോഷം ഇത്രയും സമയം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഞാൻ എന്തായാലും ആബയുടെ അടുത്തൊന്ന് പോയിട്ട് ആബയൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഞാൻ മടങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നല്ലൊരു ഷബുവോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.